ഈ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ഞാൻ പോകുന്നത് കണ്ണൂര് ഒരു മംഗലക്കൊടനാണ്. രാത്രി ട്രെയിനിൽ കയറി ഒന്നുറങ്ങി കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൂരെത്തി. അതിനുശേഷം എന്റെ ഫ്രണ്ട് ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അജയ്. അതായത് കല്യാണ പെണ്ണിന്റെ ബ്രദർ. പിന്നെ ഞങ്ങൾ നേരെ അവന്റെ വീട്ടിലെത്തി. കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗുലാബി നൈറ്റിന് പോകാനുള്ള ടൈമായി. ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ ആയിരുന്നു ഉദ്ദേശിച്ചത്, ബാക്കി എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ പയ്യനൊരു കിഡിലൻ സ്പോട്ടിൽ നല്ല കിഡിലനായിട്ട് ഒരു ഗുലാബി നൈറ്റ്. പബ്ജിയിൽ ലൂട്ട് കിട്ടിയ പോലെ രണ്ടുപേര് പോകുന്ന കണ്ടോ, അതാണ് നമ്മുടെ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും. അങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരമായി നടക്കുന്നതിനിടയിൽ നമ്മൾ പോയി ഫുഡ് കഴിച്ചു. ആ കഴിച്ച ഫുഡ് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ട് വടവും വലിപ്പിച്ചു കേട്ടോ. പിന്നെ അടുത്ത ദിവസം കല്യാണ തലേന്ന് പരിപാടികളായിരുന്നു കേട്ടോ. സ്റ്റേജിൽ നിന്ന് ചിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് 2 മണിക്കൂർ അജയ് നിർത്താതെ പ്രഭാഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന മലകളെല്ലാം അജയ് കയറി ഇറങ്ങിയ മലകളാണ് ഗൈസ്. അതിലൊരു മല ഞാൻ കയറിയായിരുന്നു. പിന്നെ കല്യാണ ദിവസം പതിവ് പോലെ ആഘോഷമാക്കി ഗംഭീരമാക്കി കിടലിനായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം കണ്ണൂരിൽ നിന്നൊരു നല്ല സദ്യ കഴിച്ചു. അങ്ങനെ എല്ലാവരും കണ്ടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോന്നു. പിന്നെ പോരുന്ന വഴിക്ക് ഒരു കോക്ടെയിൽ കുടിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല ഗൈസ്. ഇനി അടുത്ത ആരെങ്കിലും കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണൂരിന് ഞാൻ ഇവിടെ പറഞ്ഞു.